ഇപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലോജിക്കൽ റീസണിംഗ് ആണ്. ഇത് UGC നെറ്റത്തെ പേപ്പർ വണ്ണില് ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ഏത് UGC നെറ്റിന്റെ പേപ്പർ BYQ എടുത്ത് നോക്കിയാലും അതിന് ലോജിക്കൽ റീസണിംഗ് എന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മാത്രം മതി നമുക്ക്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പേര് പോലെ തന്നെ ലോജിക്കായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചു വെക്കാറുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോ അതിൽ കുറച്ച് ടേമുകളുണ്ട്. അതിലൊരു ആദ്യത്തെ ടേം എന്താ നോക്കൂ. ആർഗ്യുമെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ആർഗ്യുമെന്റ് എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറയുന്ന ഒരു വാദം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇപ്പൊ ഞാൻ പറയാണ് ആൾ ഹ്യൂമൻസ് ആർ സെൽഫിഷ് എന്ന് ഞാൻ പറയാണ്. ആൾ ഹ്യൂമൻ ആർ സെൽഫിഷ്. അതാണെന്ത്, ഞാൻ വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡിങ് വൺ ഓർ മോർ പ്രിമൈസസ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായില്ല? പ്രിമൈസസ് എന്താന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോ പ്രിമൈസസ് എന്താ നോക്കാം. അപ്പൊ പ്രിമൈസ് എന്താന്ന് ഞാൻ പറയാണ്. എന്താ, എനി റീസൺ ഓർ എവിഡൻസ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സപ്പോർട്ട് ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റ്, ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് എന്താണ്, ആൾ ഹ്യൂമൻ ആർ സെൽഫിഷ് എന്നുള്ള ആർഗ്യുമെന്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട്, അത് സത്യമാണെന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്ന റീസണുകൾ, അതാണ് എന്ത്, പ്രിമൈസ്. ഓക്കെ, അപ്പൊ എന്താണത് പ്രിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണുകൾ അല്ലെങ്കിൽ എവിഡൻസ്. ഇപ്പൊ ഞാൻ പറയുകയാണ് എന്താ, ആൾ ഹ്യൂമൻ ആർ സെൽഫിഷ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൈ ഫ്രണ്ട്, എന്റെ ഒരു ഫ്രണ്ടിന്റെ രാമു, മൈ ഫ്രണ്ട് രാമു എന്താണ്, സെൽഫിഷ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് എന്ത്, ഞാൻ വെക്കുന്ന ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം എന്താ, എന്റെ അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്താണ്, രാമു വന്നില്ലേ, രാമു വന്നു കഴിഞ്ഞപ്പോ എന്താ അടുത്തത്, സീത. സീത എന്താണ്, സെൽഫിഷ് ആണെന്ന് ഞാൻ അടുത്ത വാദം വെക്കുന്നു. മനസ്സിലായോ? അപ്പൊ എന്താ, സംതിങ് ദാറ്റ് ഈസ് പുട്ട് ഫോർവേഡ് ആസ് ട്രൂത്ത്. എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്, ട്രൂത്തുകളാണ്. പക്ഷെ എന്ത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ ആർഗ്യുമെന്റ് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുവഴി എനിക്ക് എന്ത് കിട്ടും, ഒരു കൺക്ലൂഷൻ കിട്ടും. മനസ്സിലായില്ലേ? എന്ത് ചെയ്യും, ആർഗ്യുമെന്റ് വെച്ച് ആർഗ്യുമെന്റ് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് പ്രിമൈസുകൾ അല്ലെങ്കിൽ നമ്മളുടെ റീസൺസ് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, ഈ റീസൺസ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഒരു കൺക്ലൂഷൻ കണ്ടുപിടിക്കും. അത് സെൽഫിഷ് ആണെന്നുള്ള കൺക്ലൂഷൻ ആയിരിക്കാം, സെൽഫിഷ് അല്ല എന്നുള്ള കൺക്ലൂഷൻ ആയിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഒരു കൺക്ലൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് അതിലത്തെ കുറച്ച് ടേമുകൾ. സംശയമൊന്നും ഉണ്ടാവില്ല അല്ലേ? നോക്കൂ. ആർഗ്യുമെന്റിനെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് തിരിച്ചത്. രണ്ടല്ല, ഇനിയും വേറെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണ്ട. അത് വളരെ കുറഞ്ഞായിട്ട് വരാറുള്ളൂ. പെർസ്യൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കുറച്ച് വളരെ എപ്പോഴെങ്കിലും കാണാറുള്ളൂ. അത് നമുക്ക് പിന്നെ നോക്കാം ഒരു വീഡിയോയിൽ. നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം മാത്രം നോക്കാം. അപ്പൊ എന്താണ്, ആർഗ്യുമെന്റ് നമ്മൾ രണ്ടെണ്ണമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട്. ഓക്കെ, ഏതൊക്കെയാ? ഒന്ന് ഡിഡക്റ്റീവ് റീസണിങ്. അതിന്റെ അടുത്ത് എന്താണ്, ഇൻഡക്റ്റീവ് റീസണിങ്. അപ്പോ ഈ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്താണെന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ കുറെ തവണ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഡിഡക്റ്റിംഗ്, എന്താണ് ഇൻഡ്യൂസിങ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാം എന്താ, ഡെഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു സാധനം. മനസ്സിലായോ? ഡെഡ്യൂസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു ഇപ്പൊ മെയിൻ ആയിട്ടൊരു സംഭവം പറയും, ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലോട്ട് പോകുന്നതാണ് എന്ത്, ഡിഡക്റ്റീവ് റീസണിങ്. അപ്പൊ എന്ത് നമുക്ക് എഴുതാം, ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, ജനറൽ ടു സ്പെസിഫിക് ആണ് എന്ത്, നമ്മളുടെ ഡിഡക്റ്റീവ് റീസണിങ്. എന്നാ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാ, എന്താ, സ്പെസിഫിക് ടു എന്താണ്, ജനറൽ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, വീഡിയോ കാണാത്തവർക്ക്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ ഞാൻ പറയുകയാണെന്ത്, ജനറൽ ആയിട്ടൊരു കൺക്ലൂഷൻ ഞാൻ പറയുകയാണെന്ത്, ആൾ ഫിഷ് ക്യാൻ സ്വിം. എല്ലാ മീനിനും എന്ത് ചെയ്യാൻ പറ്റും, നീന്താൻ പറ്റും. ആൾ ഫിഷ് ക്യാൻ സ്വിം. ഓക്കെ, അതിന് ഞാൻ എന്ത് പറയാണ്, ജനറൽ നിന്ന് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാണ്. സോ എന്തിന് നീന്താൻ പറ്റും, ഞാൻ പറയാണ് എന്താണ്, സോ സാൽമൺ ക്യാൻ സ്വിം എന്ന് പറയാം അല്ലേ? അപ്പൊ എന്താ, ഈ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം നിന്ന് സ്പെസിഫിക് ആയിട്ട് സാൽമണിന്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞു. ഓക്കെ, അതാണ് എന്താ, ഡിഡക്റ്റീവ് റീസണിങ്. എന്നാൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എങ്ങനെയാ വരുന്നത്, ഞാൻ പറയാണ് സാൽമൺ എന്ത് ചെയ്യും, സ്വിം ചെയ്യും. ഓക്കെ, അടുത്ത മീൻ ഏതാപ്പോ, മത്തിയെ വിചാരിച്ചോ. മത്തി എന്ത് ചെയ്യും, സ്വിം ചെയ്യും. അടുത്ത എന്താ, നത്തോലിയെ വിചാരിച്ചോ.
നത്തോലി എന്താണ്? സ്വിം ചെയ്യും. അപ്പൊ ഇതിന്നൊക്കെ ഞാൻ എന്ത് കൺക്ലൂഷൻ എടുക്കുകയാണ്? ജനറൽ ആയിട്ട് ഒരു കൺക്ലൂഷൻ എടുക്കുകയാണ്. എന്താണ്? ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിന് ജനറൽ ആയിട്ട് എന്ത് പറഞ്ഞു? ആൾ ഫിഷ് ക്യാൻ സ്വിം. ഓക്കെ, എല്ലാം മീനിന് നീന്താൻ പറ്റും എന്നുള്ളത് ചോദ്യം വേറെയാണ്, അതല്ല നമ്മളൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ അങ്ങനെയാണ് എന്ത് ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയാണെന്ന് വിചാരിച്ചോ. അപ്പൊ എന്റെ വീട്ടിലെ പട്ടി കുരയ്ക്കും, അപ്പുറത്തെ വീട്ടിലെ പട്ടിയും കുരയ്ക്കും. ഇന്നലെ ഞാൻ റോഡിൽ കൂടെ പോയപ്പോ കണ്ടൊരു പട്ടിയും കുരയ്ക്കുന്നു. ഞാൻ മിനിഞ്ഞാന്ന് കോളേജിൽ നിന്ന് കണ്ടൊരു പട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്? കുരയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്താണ്? ഓരോ സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ജനറൽ ആയിട്ടുള്ള ഒരു സംഭവം ഇൻഡ്യൂസ് ചെയ്തെടുത്തു. എന്താണത്? ആൾ ഡോഗ്സ് ക്യാൻ ബാർക്ക്, അല്ലെങ്കിൽ ആൾ ഡോഗ്സ് വിൽ ബാർക്ക്. മനസ്സിലായോ? അതാണ് എന്ത്? ഇൻഡക്റ്റീവ് റീസണിങ്. ഇനി ഡിഡക്റ്റീവ് റീസണിങ് എന്താണ്? വാലിഡും ആകാം, ഇൻവാലിഡും ആയിരിക്കാം. നമ്മൾ പറയുന്ന സാധനം എന്തായിരിക്കാം? വാലിഡ് ആവാം, ചിലപ്പോ ശരിയായിരിക്കാം, അല്ലെങ്കിൽ എന്താവാം? തെറ്റുമായിരിക്കാം, ഇൻവാലിഡ്. ഇനി വാലിഡ് ആയത് തന്നെ എന്താ? രണ്ട് തരത്തിലുണ്ട്, സൗണ്ടും അൺസൗണ്ടും. അപ്പൊ എന്താ സൗണ്ട്? സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ വാലിഡ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് കാരണങ്ങൾ പറയുന്നു പറഞ്ഞില്ലേ നേരത്തെ. ഈ പറയുന്ന റീസണുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിമിസസ് എല്ലാം ട്രൂ ആവണം. ആൾ പ്രിമിസസ് എന്ത് ചെയ്യണം? ട്രൂ ആയാൽ എന്ത് പറയാം നമുക്ക്? നമ്മളുടെ ഇത് സൗണ്ട് ആണെന്ന് പറയാം. ഓക്കെ, വാലിഡ് സൗണ്ട് ആയിരിക്കാം. എന്നാൽ ഈ വാലിഡ് എന്തുണ്ട്? അൺസൗണ്ട് ഉണ്ട്. അപ്പൊ എന്താണത്? ആൾ പ്രിമിസസ് എന്തായിരിക്കരുത്? ആൾ പ്രിമിസസ് നമ്മൾ പറയുന്ന എല്ലാ സംഭവങ്ങളും എന്താവില്ല? ട്രൂ ആയിരിക്കില്ല, നോട്ട് ട്രൂ. ഓക്കെ, ചിലത് ട്രൂ ആയിരിക്കും, ചിലത് ഫാൾസ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഡക്റ്റീവ് റീസണിങ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇൻവാലിഡിൽ എന്ത് മാത്രമേ ഉള്ളൂ അറിയോ? അൺസൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതിൽ എല്ലാം ശരിയാവണമെന്നില്ല, പക്ഷെ ശരിയാവും ചെയ്യാം, തെറ്റുമാവും ചെയ്യാം. പക്ഷെ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി ഈ ഇൻഡക്റ്റീവ് റീസണിൽ എന്തുണ്ട്? രണ്ടെണ്ണം ഉണ്ട്, സ്ട്രോങ്ങും വീക്കും. സ്ട്രോങ് എന്നുള്ളത് എന്താ? നമ്മുടെ നേരത്തെ വാലിഡ് എന്നുള്ളത് അതേപോലെ തന്നെയാണ് എന്താ? സ്ട്രോങ് എന്തായിട്ടുണ്ട്? കോഗന്റും അൺകോഗന്റും ആയിട്ട് മാറിയിട്ടുണ്ട്. കോഗന്റും ഇതേപോലെ തന്നെയാണ് എന്ത്? ആൾ പ്രെമിസസ് ട്രൂ. ഓക്കെ, ഇതിലെന്താണ്? എല്ലാം ട്രൂ ആകണമെന്ന് ഇല്ല, നോട്ട് ട്രൂ. എല്ലാം തെറ്റാന്നല്ല കേട്ടോ അതിനർത്ഥം. ചിലത് ശരിയാവാം, ചിലത് തെറ്റുമാവാം. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഈ ഡിഡക്റ്റീവ് റീസണിങ്ങിന് എപ്പോഴും എന്തായിരിക്കും അറിയോ? നമ്മൾ കണ്ടുപിടിക്കുന്ന കൺക്ലൂഷൻ നമ്മൾ പറയുന്ന റീസൺസിനെ മാത്രമാണ് ബാധകമാവുക. അതായത് കൺക്ലൂഷൻ ആൾവേസ് ഫോളോ നമ്മൾ പറയുന്ന റീസൺ അഥവാ പ്രിമൈസ്. ഓക്കെ, എന്നാൽ ഇൻഡക്റ്റീവില് കൺക്ലൂഷൻ ഫോളോസ് പ്രിമൈസസും ഉണ്ട്, എന്തുണ്ട്? ആൻഡ് പ്രോബബിലിറ്റി. ഓക്കെ, എന്നുവെച്ചാൽ എന്താ? ഇത് ഡിഡക്റ്റീവ് റീസണിങ് നമ്മൾ പറയുന്ന റീസൺസിനെ മാത്രം വെച്ചിട്ടാണ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ പറയുന്ന കാര്യങ്ങളെ മാത്രം. എന്നാൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എന്തുകൂടി നോക്കാറുണ്ട്? നമ്മൾ പറയുന്ന കാരണവും ആ കാരണങ്ങളിലുള്ള സാധ്യതകളും, അത് ശരിയാവാനുള്ള സാധ്യതകളും കൂടി നോക്കിയിട്ടാണ് എന്ത് പറയുന്നത്? അത് വാലിഡ് ആണോ, സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പറയുന്നത്. അപ്പോ എന്തൊക്കെ പഠിക്കേണ്ടത്? ഡിഡക്റ്റീവ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഉണ്ട്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നിന്ന് സ്പെസിഫിക്കിലോട്ട് പോകുന്നു. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് നിന്ന് ജനറലിലോട്ട് പോകുന്നു. ഇനി ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിസസ് മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിസസും നമ്മുടെ അതിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്? പ്രോബബിലിറ്റിയും കൂടി കൂട്ടിയിട്ടാണ് വാലിഡ് ആണോ ചെക്ക് ചെയ്യുന്നത്. ഡിഡക്റ്റീവ് എങ്ങനെയുണ്ട്? രണ്ട് തരത്തിലുണ്ട്, വാലിഡ് ഉണ്ട്, ഇൻവാലിഡ് ഉണ്ട്. ഈ വാലിഡിനെ സൗണ്ടും ഉണ്ട്, അൺസൗണ്ടും ഉണ്ട്. സൗണ്ട് വരാൻ കാരണം എന്താ? നമ്മൾ പറയുന്ന എല്ലാ കാരണങ്ങളും ശരിയായി കഴിഞ്ഞാൽ സൗണ്ട് വന്നു. ഓക്കെ, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ലെങ്കിൽ, അതായത് ചിലത് ശരിയാണ് ചിലത് തെറ്റാണെങ്കിൽ എന്തായി? അൺസൗണ്ട്. അതേപോലെ തന്നെയാണ് എന്ത്? സ്ട്രോങ്ങില് കോഗന്റും അൺകോഗന്റും. ഓക്കെ, ഇനി നോക്കൂ, മൈനർ ടേം, മിഡിൽ ടേം, മേജർ ടേം. ഈ മൈനർ ടേം, മിഡിൽ ടേം, മേജർ ടേം ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്ന് നോക്കാം. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിലുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്: മൈനർ ടേം, മിഡിൽ ടേം, മേജർ ടേം. സ്റ്റേറ്റ്മെന്റിലും അതേപോലെ കൺക്ലൂഷനിലും നമ്മൾ പറയുന്ന പ്രിമിസസിലും കൂടിയും കൂട്ടിയിട്ട്. മൈനർ ടേം എന്താണെന്നാ പറയുന്നത്? സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ. നമ്മൾ കൺക്ലൂഡ് എത്തുന്നതിന്റെ സബ്ജക്റ്റ് ആണ് എന്ത്? മൈനർ ടേം. നമ്മൾ എന്താണെന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഈ വാക്കുകൾ നോക്കിക്കോ. മിഡിൽ ടേം എന്താ?
കോമൺ ടേം പ്രസന്റ് ഇൻ ടു പ്രമിസസ്. ഓക്കെ, ഇനി മിഡിൽ ടേം ആണ് എന്ത്? കോമൺ ടേം പ്രസന്റ് ഇൻ ടു പ്രമിസസ്. ഇനി മേജർ ടേം എന്താ? പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ. ഇതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം തന്നെ മൈനർ ടേം ഒരു എക്സാമ്പിൾ നോക്കാം. എന്താ? സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി. ഞാൻ പറയണം ആദ്യത്തെ എന്റെ പ്രമിസ് ആണ് എന്ത്? ഞാൻ പറയുന്ന ആദ്യത്തെ റീസൺ ആണ് എന്ത് പറയുന്നത്? സം കാറ്റ് ഫ്രണ്ട്ലി ആണ്. ചില കാറ്റുകൾ എന്താണ്? ഫ്രണ്ട്ലി ആണ്. അടുത്ത പറയണ എന്താണ്? ആൾ കാറ്റ്സ് ആർ മാമൽസ്. അപ്പൊ എല്ലാ കാറ്റും എന്താണ്? മാമൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇവിടുത്തെ മേജർ ടേം എന്താ? മേജർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്? അതായത് നോക്കാം ഇവിടെ എന്താ പറഞ്ഞത് നമ്മളുടെ? ഓക്കെ, മേജർ ടൈമിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ. കൺക്ലൂഷന്റെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ നമ്മുടെ അവലോകനത്തിലൂടെ നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ് എന്ത്? മേജർ ടേം. അപ്പൊ എന്താ അവിടെ? ആൾ സം കാറ്റ്സ് ആർ അല്ലെങ്കിൽ സം മാമൽസ് ആർ ഫ്രണ്ട്ലി എന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്? ചിലത് എന്താണ്? ഫ്രണ്ട്ലി ആണ്. അതാണ് നമ്മുടെ കൺക്ലൂഷനിലെ പ്രെഡിക്കേറ്റ്. അപ്പൊ ഇതെന്തായിട്ട് മാറി? നമ്മളുടെ മേജർ ടേം ആയിട്ട് മാറി. ഓക്കെ, ഇനി മൈനർ ടേം എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോ എന്താ പറഞ്ഞത്? നോക്കൂ. മൈനർ ടേം എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ. കൺക്ലൂഷന്റെ സബ്ജക്ട്. കൺക്ലൂഷന്റെ സബ്ജക്ട് എന്താ? ഇതിന്റെ സബ്ജക്ട് എന്താ? മാമൽസ് അല്ലേ സബ്ജക്ട്? നോക്കാം. കൺക്ലൂഷൻ ഇത്. therefore സം മാമൽസ്. മാമൽസ് അല്ലേ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ മാമൽസ് എന്തായിട്ട് മാറി? നമ്മളുടെ മൈനർ ടേം ആയിട്ട് മാറി. ഓക്കെ, ഇനി മേജർ ടേം മിഡിൽ ടേം എന്താ? മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ പ്രമിസിലും അതേപോലെ കൺക്ലൂഷനിലും കോമൺലി കാണുന്ന സാധനമാണ് എന്ത്? നമ്മളുടെ മേജർ ടേം. അപ്പൊ ഇതിൽ എന്താ ഉള്ളത്? കോമൺലി കാണുന്നത് രണ്ട് പ്രമിസിലും തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്ന രണ്ട് കാരണങ്ങളിലും റീസണുകളിലും കാരണമായിട്ട് വരുന്നത് ഏതാ? സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി കോമൺ ആയിട്ട് വരുന്നത്. സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി ഉണ്ട്, ആൾ കാറ്റ്സ് ആർ മാമൽസ് ഉണ്ട്. ഇത് രണ്ടും അല്ലേ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങള്. അപ്പൊ അതാണ് എന്ത്? മിഡിൽ ടേം കാറ്റ്സ് ആയിട്ട്. ഒന്നുകൂടിയും പറയാം, പറഞ്ഞതിൽ എന്തൊക്കെയോ ഇടയിൽ പോയിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. അപ്പോ മേജർ ടേം എന്താന്നാ പറഞ്ഞത്? മേജർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന കൺക്ലൂഷനിലെ എന്താണ്? പ്രെഡിക്കേറ്റ് ആണ് എന്ത്? മേജർ ടേം. ഇനി മൈനർ ടേം എന്താന്നാ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ കൺക്ലൂഷനിലെ സബ്ജക്റ്റ് ആണ് എന്ത്? സബ്ജക്റ്റ്. ഓക്കെ, ഇതെന്താണ്? പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് ആണ് എന്ത്? നമ്മളുടെ മൈനർ ടേം. ഇനി മിഡിൽ ടേം എന്താന്നാ പറഞ്ഞത്? മിഡിൽ ടേം ആണ് എന്ത്? നമ്മളുടെ ഇതിലെ കോമൺ ആയിട്ടുള്ള രണ്ട് പ്രമിസിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? നമ്മളുടെ മിഡിൽ ടേം ആണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, അതെന്താ എല്ലാം നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. മിഡിൽ ടൈം ഏതാ, മേജർ ടൈം ഏതാ, മൈനർ ടൈം ഏതാ എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്ത് പറഞ്ഞു? ഒരു സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? പ്രൊപ്പോസിഷൻ. എക്സാമ്പിൾ എന്താ? ഒരു ആൾ ഹ്യൂമൻസ് ആർ മാമൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊപ്പോസിഷൻ ആണ്. ഈ പ്രൊപ്പോസിഷനിൽ തന്നെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് നമ്മളതിനെ ഓരോ ഭാഗങ്ങളെയും ഇപ്പൊ നോക്കാം. കുറച്ച് പേരുകളായിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പൊ ആൾ ഹ്യൂമൻസ് ആർ മാമൽസ്. ഇതിനിപ്പോ ഞാൻ 4 ഭാഗമാക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഭാഗം ആൾ എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സം എന്നൊക്കെ പറയാം. സം ഹ്യൂമൻസ് ആർ മാമൽസ് എന്ന് പറയാറുണ്ട്. സം ഹ്യൂമൻസ് ആർ നോട്ട് മാമൽ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്ത് പറയുന്നുണ്ട്? നോ ഹ്യൂമൻസ് ആർ മാമൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അളവിനെ സൂചിപ്പിക്കുന്ന, ഒരു ക്വാണ്ടിറ്റിനെ സൂചിപ്പിക്കുന്ന സാധനമാണത് ഇവിടെ വരുന്നത് അല്ലേ? അപ്പൊ അതിന് ഞാൻ എന്ത് പറഞ്ഞു അറിയോ? ക്വാണ്ടിഫയർ. ക്വാണ്ടിറ്റിനെ സൂചിപ്പിക്കുന്നതിന് എന്ത് പറഞ്ഞു? ക്വാണ്ടിഫയർ. CS പഠിക്കുന്നവർക്ക് അറിയണ്ടാവും ക്വാണ്ടിഫയർ എന്താണൊക്കെ. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ഹ്യൂമൻസ്. ഈ ഹ്യൂമൻസ് ആണ് എന്ത്? ഇവിടുത്തെ സബ്ജക്റ്റ്. അത് നമുക്കറിയാലോ. ഇനി ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്നു. ഹ്യൂമൻസിനെയും മാമൽസിനെയും കൂടി കണക്ട് ചെയ്യുന്ന ആളാണെന്ത്? കോപ്പുല. COPULA. കോപ്പുല. ഇപ്പൊ ഒരു വാക്ക് എന്നിട്ട് അതിലത്തെ കോപ്പുല ഏതാ വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന ടേം. ഇപ്പൊ ആറ് അല്ലെങ്കിൽ ഈസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ എന്താണത്? കോപ്പുല. രണ്ട് വാക്കുകളെ കണക്ട് ചെയ്യുന്നു, രണ്ട് സബ്ജക്റ്റിനെ. ഓക്കെ, അതാണ് എന്ത്? കണക്ടർ. ഓക്കെ, ഈ മാമൽസ് ആണെന്ന് നമ്മളുടെ ലാസ്റ്റ് കിട്ടിയ ഉത്തരം കിട്ടില്ലേ? നമ്മളുടെ ഒരു അവലോകനം വഴി പ്രെഡിക്കേറ്റ്. മാമൽസ് ആണെന്ത്? പ്രെഡിക്കേറ്റ്. നമ്മൾ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രെഡിക്കേറ്റ് ഏതാണെന്ന് നോക്കണം. ഹ്യൂമൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്? മാമൽസ്. അപ്പോൾ ഇങ്ങനെയാണ് എന്തുള്ളത്? ക്വാണ്ടിഫയർ, സബ്ജക്റ്റ്, കോപ്പുല, പ്രെഡിക്കേറ്റ്. അപ്പൊ ഈ 4 കാര്യങ്ങളും
മനസ്സിലാക്കി വെക്കുക. കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പൊ ഈ കോപ്പുലാണ് നമ്മൾ അധികം കേൾക്കാത്തൊരു ടേം അല്ലേ. ക്വാണ്ടിഫയർ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ആറ് അല്ലച്ചാല് ഈസ് എന്നുള്ള സംഭവം കണക്ട് ചെയ്യുമ്പോഴാണ്, രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറി, അതൊരു കോപ്പിലായിട്ട് മാറി. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ത്, കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. ഈ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട. ഈ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ 4 വാക്ക് വരും. ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ. ഓക്കെ, ഈ 4 വാക്കാണ് എന്ത്, കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. അപ്പൊ അതെന്താ നോക്കൂ. എ എന്തിനു വേണ്ടിയിട്ടാ പറയുന്നത്? ആൾ. ഓക്കെ, ആൾ ആണ്, യൂണിവേഴ്സൽ ആണ്, അതിന്റെ ഒപ്പം എന്താണ്, പോസിറ്റീവ് ആണ്. എക്സാമ്പിൾ പറയാണ് ഇപ്പൊ, ഞാൻ എന്താ പറയാണ്, ആൾ പെൻ ആർ പ്ലാസ്റ്റിക്. അതെന്താണ്? ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൾ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവാ. ഓക്കെ, ഉള്ള സംഭവമാണ്. എന്നാൽ അടുത്തെന്താ, ഇയിൽ എന്താ, ആൾ ആണ്, യൂണിവേഴ്സൽ ആണ്, പക്ഷെ എന്താണ്, നെഗറ്റീവാ. ആൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിനും ഉൾക്കൊള്ളിക്കും അല്ലേ. അപ്പൊ എന്ത് ഞാൻ ഇവിടെ പറഞ്ഞു, നെഗറ്റീവായിട്ട് എല്ലാത്തിനും ഉൾക്കൊള്ളിക്കണം വെച്ചാൽ നോ പെൻ ആർ പ്ലാസ്റ്റിക്. ഇംഗ്ലീഷിന്റെ ഗ്രാമർ നോക്കണ്ട, സംഭവം മാത്രം നോക്കിയാൽ. അപ്പൊ എന്താ ഇവിടെ നോ വന്നു. നോ വന്നു കഴിഞ്ഞാൽ എന്തായി, നെഗറ്റീവ് ആണ്. പക്ഷെ എന്താണ്, പെൻ എന്നുള്ള ഒരു എൻറ്റിറ്റിനെ, ലോകത്തുള്ള എല്ലാ പെന്നിനെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതില് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നോ പെൻ ആർ പ്ലാസ്റ്റിക്. അപ്പൊ എന്ന് വെച്ചാൽ എന്താ, ലോകത്തുള്ള ഒരു പേനയും പ്ലാസ്റ്റിക് അല്ല. ആൾ പെൻ ആർ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, ലോകത്തുള്ള എല്ലാ പേനയും എന്തായി, പ്ലാസ്റ്റിക് ആയി. അങ്ങനെയാണ് എന്താ, യൂണിവേഴ്സൽ എന്നുള്ളത് വന്നത്. അപ്പൊ ഇനി ഐ എന്ന് പറഞ്ഞാൽ എന്താ, സം എന്ന് പറയാം. സം എന്ന് പറഞ്ഞാൽ എന്താ, പെർട്ടിക്കുലർ, ഒരു പ്രത്യേക ഭാഗത്തെ കാര്യം മാത്രം. അതെന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്, സം പെൻ ആർ പ്ലാസ്റ്റിക്. അപ്പൊ എന്താ, ലോകത്തുള്ള ചില പേനുകൾ എന്താണ്, പ്ലാസ്റ്റിക് ആണ്. പോസിറ്റീവാ വന്നത്. ചിലത് എന്താണ്, പ്ലാസ്റ്റിക് ആണ്. ചില പേനകള് പ്ലാസ്റ്റിക്കാ, പ്ലാസ്റ്റിക് അല്ലാത്ത പേനകളും ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തെന്താ, സം നോട്ട്, ഓയൽ. അപ്പൊ എന്താ ഇവിടെ നോട്ട് വന്ന എന്താ, നെഗറ്റീവ്. നോ എന്ന നെഗറ്റീവ്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നെഗറ്റീവാ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, സം പെൻ ആർ നോട്ട് പ്ലാസ്റ്റിക്. മനസ്സിലായില്ലേ? അതാണ് എന്ത്, ഓ. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഗ്രാഫ് പോലെ സൂചിപ്പിക്കാൻ പറ്റും. അത് കഴിച്ച് ഒന്നും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അത് ഞാൻ വരയ്ക്കാം. ഒറ്റയടിക്ക് മായ്ക്കാൻ പറ്റിച്ച എന്ത് സുഖമായിരുന്നു. ആ ഗ്രാഫ് ഇങ്ങനെയാ വരുന്നത്. ഒരു കുരിശ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് എഴുതി, എ, ഇ, ഐ, ഒ. ഓക്കെ, ഡൗട്ടില്ലല്ലോ. എയും ഇയും ഐയും ഒയും. അപ്പൊ എന്റെ ഇവിടെയും ഇന്റെ ഇവിടെയും കൂടി കൂട്ടിയിട്ട് ഞാൻ എന്ത് എഴുതിയോ, യൂണിവേഴ്സൽ. ഓക്കെ, ഐന്റെയും ഓന്റെയും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറയാൻ അറിയോ, പർട്ടിക്കുലർ. ഇനി ഇവിടെ എന്താണ്, എപ്പോഴും നോ വെച്ചിട്ടുള്ള സംഭവങ്ങളല്ലേ വരുന്നത്. അപ്പൊ ഞാൻ അതിന് എന്ത് പറയാനറിയോ, നെഗറ്റീവ്. എന്നാട്ടോ അത്, നെഗറ്റീവ്. ഇവിടെ എന്താ, പോസിറ്റീവാ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാ, ആൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു അതിനെ, അഫർമേറ്റീവ്. ഓക്കെ, ഈ സംഭവം ആലോചിച്ച് വെക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയണം, എന്താ, സം ഫിഷ് ക്യാൻ ഫ്ലൈ. ഓക്കെ, സം ഫിഷ് ക്യാൻ ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താ അവിടെ വന്നത്, സം ഉണ്ട്, ഫിഷ് ക്യാൻ ഫ്ലൈ. ഇതെന്താണ്, ഒരു ഐയിൽ കിടക്കുന്ന സംഭവം അല്ലേ. സം വന്നു കഴിഞ്ഞാൽ എന്താ, ഐയ. ഇവിടെ സം നോട്ട് അതേപോലെ വരച്ചു വെച്ചോട്ടോ. ഇത് ആള്, ഇത് നോവ്. അപ്പൊ സം ഫിഷ് ക്യാൻ ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ പറയാ അറിയോ, പെർട്ടിക്കുലറിലും ഉണ്ട്, അഫർമേറ്റീവിലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും, ഈ വാക്കിനെ ഒരു പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ് എന്ത്, സം ഫിഷ് ക്യാൻ ഫ്ലൈ.
എന്നാ സം ഫിഷ് ക്യാൻ നോട്ട് ഫ്ലൈ എന്നായി വിചാരിച്ചോ. അപ്പൊ എന്തായി? കനോട്ടാ, സംവാ, സം നോട്ട് എന്ന് വെച്ചാൽ പെർട്ടിക്കുലറും ആണ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്തായി? പെർട്ടിക്കുലർ നെഗറ്റീവ്. എന്നാൽ ആൾ പെൻ ആർ പ്ലാസ്റ്റിക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആൾ പെൻ ആർ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വന്ന? ആളാണ് ഇവിടെ. അതെന്താപ്പോ യൂണിവേഴ്സലും ആണ് അഫർമേറ്റീവ് ആണ്. അപ്പൊ ഞാൻ എന്ത് പറയാം ഇതിനെ? യൂണിവേഴ്സൽ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത് ഓരോ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. ഇനി ഇത് ഇതേപോലെ വരച്ചു വെക്കുക, മനസ്സിലാക്കുക. അപ്പൊ എ ഇ ഐ ഒ ആലോചിച്ച് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുക, കുരിശ് മനസ്സിലാലോചിക്കുക അതെങ്ങനെ വരിക എന്നുള്ളത്. യൂണിവേഴ്സല് എന്ത് വന്നു? അവിടെ താഴത്ത് പർട്ടിക്കുലർ, ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ അഫർമേറ്റീവ് വന്നു. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ അത് പഠിച്ചു വെക്കാം. അതാണ് എന്ത്? കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. അടുത്തതായിട്ട് നമ്മളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും കാണാറുള്ളത്. നോക്കൂ, നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കാണാം അല്ലേ? ഇതൊരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിൽ എന്തൊക്കെയാണുള്ളത്? നമ്മൾ നേരത്തെ പഠിച്ച എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. കളർ നോക്കട്ടെ. ഓക്കെ, എ, ഇ, ഐ, ഒ. അപ്പൊ എ എന്താ നമ്മൾ പറഞ്ഞു? ആള്. ഇ എന്താ? നോവ്. ഐ എന്താ? സമ്മ്. ഒ എന്താ? സം നോട്ട്. അപ്പോ ഇത് തമ്മിലുള്ള ബന്ധം അലച്ചാൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്, ആൾ അലച്ചാൽ ഈ ഓൾ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ അഫർമേറ്റീവിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അതേപോലെ യൂണിവേഴ്സൽ നെഗറ്റീവിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഐയും ഓയും തമ്മിലുള്ള ബന്ധം, രണ്ട് വേർഡ്സ്, രണ്ട് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിലൂടെ പറയുന്നത്. അപ്പോ എയും ഇയും തമ്മിലുള്ള ബന്ധത്തിന് എന്ത് നമ്മൾ പറയും? എന്നുവെച്ചാൽ ആളും നോവും തമ്മിലുള്ള ബന്ധത്തിന് നമ്മൾ എന്ത് പറഞ്ഞു? കോൺട്രറി എന്ന് പറഞ്ഞു. ഓക്കെ, കോൺട്രറി. ഇനി ഐയും ഓയും തമ്മിലുള്ള ബന്ധത്തിന് എന്ത് പറഞ്ഞു? ഐ എന്ന് പറഞ്ഞ എന്താ? സമ്മ്. സമ്മും സംനോട്ടും. സമ്മും സംനോട്ടും തമ്മിലുള്ള ബന്ധത്തിന് എന്ത് പറഞ്ഞു? സബ് കോൺട്രറി. ഓക്കെ, കണ്ടോ? സബ് കോൺട്രറി. ഇനി എയും ഐയും, ആളും സമ്മും തമ്മിലുള്ളതും നോവും സംനോട്ടും തമ്മിലുള്ളതും തമ്മിൽ എന്ത് നമ്മൾ പറഞ്ഞു? സബാൾട്ടേൺ എന്ന് പറഞ്ഞു. ഇനി അതേപോലെ എയും ഓയും, അതായത് ആളും സംനോട്ടും സമ്മും നോയും തമ്മിലുള്ള ബന്ധത്തിനെ കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞു. ഇതെങ്ങനെ തന്നെ പഠിക്കണം. ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 വാക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ആലോചിച്ച് വെക്കുക. നമ്മൾ എന്ത് എഴുതുക? ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആദ്യം തന്നെ പരീക്ഷ ഹാളിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക. എ, ഇ, ഐ, ഒ. അത് നമുക്കറിയാലോ. ഇനി എ, ഇ, ഐ, ഒ, എയും ഇതും തമ്മിലുള്ള എന്താണ്? കോൺട്രറി. കോൺട്രറിയുടെ ഏറ്റവും താഴത്ത് എന്ത് കിടക്കും? അപ്പോ സബ് കോൺട്രറി. ഇവിടെ എന്താണ്? ഒരേതാ? സബാൾട്ടേൺ. സബ് ആൾട്ടേൺ. ഇവിടെ എന്താണ്? സബാൾട്ടേൺ. ഇവിടെ എന്താണ്? ക്രോസ് അല്ലേ? ക്രോസ് എന്ന് പറഞ്ഞൊരു തെറ്റല്ലേ? തെറ്റ് പറഞ്ഞ കോൺട്രഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയാലോ. അവിടെ എന്താ വരിക? കോൺട്രഡിക്ടറി. ഓക്കെ, ആലോചിച്ച് വെക്കുക. ഇത് എന്തായാലും പഠിച്ചു വെച്ചോ നിങ്ങൾ. എന്തായാലും സാധാരണ എപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുള്ളതാണ്. ഇത് ഒന്നുകിൽ ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വെൻ ഡയഗ്രത്തിന്റെ രൂപത്തിലൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാമ്പിളുകൾ വഴി നോക്കാവും നല്ലത്. ഓക്കെ, നോക്കൂ. കോൺട്രറി നമ്മൾ പറഞ്ഞു എന്താണ്? എയും ഇയും തമ്മിലുള്ള ബന്ധത്തിനെ, അല്ലേ? മുകളിലത്തെ രണ്ടെണ്ണത്തിനാണ് എന്ത് പറഞ്ഞത്? കോൺട്രറി. അപ്പൊ കോൺട്രറി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എ എന്താണ് ഞാൻ പറഞ്ഞത്? ആൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. എല്ലാ പക്ഷികൾക്കും പറക്കാൻ പറ്റും. അടുത്ത ഞാൻ ഇയിൽ എന്ത് പറയാണ്? നോ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. ഓക്കെ, അപ്പോ എല്ലാ പക്ഷികളും പറക്കാൻ പറ്റുമെന്ന് ഞാൻ ആൾറെഡി ഇവിടെ പറഞ്ഞു. ഇത് ട്രൂ ആയി വിചാരിച്ചോ. അപ്പൊ ഇതെന്തായിരിക്കേണ്ടി വരും? ഫാൾസ് ആയിരിക്കണ്ടേ? രണ്ടും കൂടി ട്രൂ ആയിട്ട് വരാൻ പറ്റില്ലല്ലോ. എല്ലാ പക്ഷികൾക്കും പറക്കാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷിക്കും പറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്തു? ട്രൂ ആയി വിചാരിച്ചോ. ഇത് എന്തായിരിക്കും വേണ്ടി വരുന്നത്? ഫാൾസ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഫാൾസ് ആയിരിക്കണം. പക്ഷേ ഒന്ന് ഫാൾസ് ആയാൽ മറ്റേത് ട്രൂ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയണം. ഇപ്പൊ എന്താണ്? ആൾ പെൻ ആർ പ്ലാസ്റ്റിക് എന്ന് തന്നെ പറയണം. ആൾ പെൻ
ആർ പ്ലാസ്റ്റിക്. അതിന്റെ അടുത്ത് എന്താണ് അടുത്ത് വരുന്നത്? നോ പെൻ ആർ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്, നോ പെൻസ് ആർ പ്ലാസ്റ്റിക്. അപ്പോ ഇത് ഞാൻ എന്ത് പറയാണ്, ഇത് ഫാൾസ് ആണ് പറഞ്ഞു വിചാരിച്ചോ. അപ്പോ എല്ലാ പേനയും പ്ലാസ്റ്റിക് ആണെന്നുള്ളത് തെറ്റായി. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഒരു പേനയും പ്ലാസ്റ്റിക് അല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ചിലപ്പോ ഇത് വേണിച്ച എന്താവാൻ വേണിച്ചാ ഫാൾസ് ആകാം. കാരണം എന്താ, എന്റെ കയ്യില് വുഡിന്റെ പേനയാണുള്ളതൊക്കെ. അപ്പൊ എന്തായി? നോ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളതും തെറ്റായി പോയി, ആൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളതും തെറ്റായി പോയി. കുറച്ച് പ്ലാസ്റ്റിക്കിന്റെയും കുറച്ച് വുഡിന്റെ ആയിക്കൂടെ? അപ്പോഴും ശരിയായിക്കൂടെ? അപ്പൊ എന്താണിത്? കോൺട്രറി ബോത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഫാൾസ് ആവാൻ പറ്റും. പക്ഷെ ബോത്ത് ട്രൂ ആകാൻ പറ്റില്ല. സോറി, മനസ്സിലായില്ലേ? കനോട്ട് ബി ബോത്ത് ട്രൂ സൈമിൾട്ടേനിയസ്ലി. ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ടും ട്രൂ ആവാൻ പറ്റില്ല, പക്ഷെ ഒരുമിച്ചിട്ട് രണ്ടും ഫാൾസ് ആകാൻ പറ്റും. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, അതെങ്ങനെയാ വന്നതെന്നുള്ളത്. ഇനി അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? സബ് കോൺട്രറി. സബ് കോൺട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ നേരത്തെ പറഞ്ഞു ഐയും ഓയും തമ്മിലുള്ളതാണ് എന്ത്? സബ് കോൺട്രറി അല്ലെ? ഐ എന്താണ്? സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി, സം കാറ്റ്സ് ആർ നോട്ട് ഫ്രണ്ട്ലി. അപ്പോ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കനോട്ട് ബോത്ത് ബി ഫാൾസ്. രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഫാൾസ് ആവാൻ പറ്റും. കനോട്ട് ബോത്ത് കോൺട്രറീസ് ടു ബി ട്രൂ ആവാനും പറ്റും. എന്ന് വെച്ചാൽ എന്താ? സോറി, രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഫാൾസ് ആവാൻ പറ്റില്ല, പക്ഷെ രണ്ടും കൂടി ഒരുമിച്ചിട്ട് എന്താവാൻ പറ്റും? ട്രൂ ആവാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോ എക്സാമ്പിൾ നോക്കി നോക്കാം. ചില കാറ്റ്സ് ഫ്രണ്ട്ലി ആണ്, ചില കാറ്റ്സ് ഫ്രണ്ട്ലി അല്ല. അപ്പൊ ഇത് ട്രൂ ആയി വിചാരിച്ചോ. ചില കാറ്റ്സ് ഫ്രണ്ട്ലി ആണ്, അപ്പൊ ഇതും ട്രൂ ആവാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ചില കാറ്റ്സ് അപ്പൊ ഫ്രണ്ട്ലി അല്ല, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഫാൾസും ആകാം, അതും കുഴപ്പമില്ല. ഇനി ഇത് ഫാൾസ് ആയി വിചാരിച്ചോ. ചില കാറ്റ്സ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് തെറ്റി. അതിനർത്ഥം എല്ലാ കാറ്റ്സും ഫ്രണ്ട്ലി ആണെന്നുള്ളതല്ലോ. അപ്പൊ തെറ്റിയില്ലേ? അപ്പൊ രണ്ടും വേണമെങ്കിൽ ഫാൾസും ആവാം. സോറി, രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റില്ല. എങ്ങനെയാ? ചില കാറ്റ്സ് ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ചില കാറ്റ്സ് ഫ്രണ്ട്ലി ആണെന്നുള്ളതില്ലേ അതിന്റെ അർത്ഥം? ഓപ്പോസിറ്റ് ആയിട്ട് മാറിയില്ലേ? രണ്ടും കൂടി തെറ്റാൻ പറ്റില്ല, പക്ഷെ രണ്ടും കൂടി ശരിയാവാൻ പറ്റും. മനസ്സിലായോ? അതാണ് എന്ത്? സബ് കോൺട്രറി. ഇത് ഈ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോഴേ കൺഫ്യൂഷൻ ആയി പോകും നമുക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക്. ഈ മൂന്നാമത് പറയുന്നത് സബാൾട്ടേൺ. സബാൾട്ടേൺ ഞാൻ വീണ്ടും പറയണത് എന്താണ്? സബാൾട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ എന്താ? ആൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളതിനെ എടുത്തോ. ഏതൊക്കെ തമ്മിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സബാൾട്ടേൺ? ഈ ഇതും ആണെന്ത്? സബാൾട്ടേൺ. ഈ സ്ക്വയറിന്റെ അല്ലെ? ഈ ഭാഗവും ഈ ഭാഗവും. ഇവിടെ എന്തൊക്കെയുള്ളത്? എയും ഇയും ഐയും ഓയും. അപ്പൊ എയും ഐയും തമ്മിലുള്ള ഒരു കണക്ഷനും ഇയും ഓയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എന്ത്? സബാൾട്ടേൺ. അപ്പൊ ഞാൻ പറയണത് ആൾ മാമൽസ് ഹാവ് ഹെയർ. ഈ ഒരു ഭാഗം മാത്രം എടുക്കുക. എല്ലാ മാമലിനും എന്തുണ്ട്? ഹെയർ ഉണ്ട്. അടുത്ത എന്ത് പറയാണ്? സം മാമൽസ് ഹാവ് ഹെയർ. ഇത് ട്രൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതും ട്രൂ ആവാം. എന്നാൽ ഇത് ഫാൾസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഇതും ഫാൾസ് ആവാം. അപ്പൊ എന്താണ്? ബോത്ത് ട്രൂ ആവാം, ഫാൾസും ആവാം അല്ലേ? നോക്കി നോക്കാം. എല്ലാ മാമൽസിനും ഹെയർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്താ? ചില മാമൽസിന് ഹെയർ ഉണ്ടെന്ന് തന്നെയാണ് അല്ലേ? എല്ലാ മാമൽസിനും ഹെയർ ഉണ്ടെന്നുള്ളത് തെറ്റിക്കഴിഞ്ഞാൽ എന്താ? സം മാമൽസിന് ഹെയർ ഇല്ല എന്നുള്ളതും തെറ്റാം. അപ്പൊ എന്താണ്? ഇത് അതേപോലെ തന്നെയാണ്. നോ ബേർഡ്സ് ക്യാൻ സ്വിമ്മും സം ബേർഡ്സ് കനോട്ട് സ്വിമ്മും. അപ്പോ ഒരു പക്ഷിക്കും പറക്കാൻ പറ്റില്ല എന്നുള്ളത് എന്താ? ശരിയായി വിചാരിച്ചോ. അപ്പൊ ചില പക്ഷികൾക്ക് പറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ എന്താ? ശരി തന്നെയല്ലേ? ഒരർത്ഥത്തിലല്ല, അത് ശരി തന്നെയാണ്. ചിലത് എന്നുള്ളത് ഫുൾ എന്നുള്ളത് എനിക്ക് മാറും. ഓക്കെ, അതാണ് എന്ത്? സബാൾട്ടർ. അപ്പൊ നിങ്ങൾ ഈ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്തറിയോ? ഏതൊക്കെ ട്രൂത്ത് ആവും എന്നുള്ളത്. രണ്ടും കൂടി ട്രൂത്ത് ഓക്കെയാണ്, അല്ലെങ്കിൽ ഫാൾസ് വരുന്നത്. ബോത്ത് ടുഗദർ ട്രൂത്ത് ആവുന്നത് ഏത്, ബോത്ത് ടുഗദർ ട്രൂത്ത് ആവാത്ത ഏതെന്ന് മാത്രം പഠിക്കുക. ഏതൊക്കെ തമ്മിലാ റിലേഷൻ വരുന്നതെന്നും പഠിക്കുക. ഇവിടെ ഐയും ഓയും എയും ബിയും തമ്മില. ഇനി ലാസ്റ്റ് കോൺട്രഡിക്ടറി. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രഡിക്ഷൻ അല്ലേ ഇങ്ങനെയുള്ള ഈ ഭാഗം. അപ്പൊ ഏതൊക്കെയാ? എയും ഓയും ഇയും ഐയും തമ്മിലുള്ളതാണ് അല്ലേ? അതെന്താണ്? നോക്കി നോക്കാം. ആൾ കാറ്റ്സ് ആർ മമ്മൽസ്. അപ്പൊ ഇവിടെ ആളാണ് ഉണ്ട്. അടുത്തെന്താ? സം കാറ്റ്സ് ആർ നോട്ട് മാമൽസ് എന്ന് വന്നു. ഇനി ഈ എന്താ? നോ മാമൽസ് ക്യാൻ ഫ്ലൈ, സം മാമൽസ് ക്യാൻ ഫ്ലൈ. ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോത്ത് ട്രൂ ആവാം, ബോത്ത് ഫാൾസും ആവാം. മനസ്സിലായില്ലേ? കോൺട്രഡിക്ടറിയില് സോറി, രണ്ടും കൂടി ഒരുമിച്ചിട്ട് ബോത്ത് ട്രൂ ആവാനും പറ്റില്ല, ബോത്ത് ഫാൾസ് ആവാനും പറ്റില്ല.
ഓക്കെ, തെറ്റിപ്പോരുത് കേട്ടോ. ബോത്ത് ട്രൂ ആവാനും പറ്റില്ല, ബോത്ത് ഫാൾസ് ആവാനും പറ്റില്ല. ബോത്ത് ട്രൂ ആവുന്ന കാര്യം ആലോചിച്ച് നോക്കാം. എല്ലാ കാറ്റും എന്താണെന്ന് ഞാൻ പറഞ്ഞു, മാമൽസ് ആണെന്ന് പറഞ്ഞു. ഈ ലോകത്തുള്ള എല്ലാ കാറ്റും എന്തിൽ പോയി കിടന്നു? മാമൽസിൽ പോയി കിടന്നു. ഓക്കെ, എല്ലാ കാറ്റും മാമൽസിൽ പോയി കിടന്നു. അടുത്ത ഞാൻ എന്ത് പറയാണ്? സം കാറ്റ്സ് ആർ നോട്ട് മാമൽസ്. സം കാറ്റ്സ് ആർ നോട്ട് മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ചില കാറ്റ് മാമൽസ് അല്ല എന്നായി. അപ്പൊ എന്തായി? ശരിയാക്കാൻ പറ്റില്ല. ഇത് ട്രൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഇത് ഫാൾസ് ആയി. അപ്പൊ എന്താ? ഇത് ഒരുമിച്ചിട്ട് ട്രൂ ആവാൻ പറ്റില്ല. ഇനി ഇത് തെറ്റാണെന്ന് വിചാരിച്ചോ, ആൾ കാറ്റ്സ് ആർ മാമൽസ്, എല്ലാ കാറ്റ്സും മാമൽ ആണെന്നുള്ളത് തെറ്റായി. അപ്പൊ എന്താണ്? ചില കാറ്റ് മാമൽ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്തായി മാറിയത്? അവിടെ കാറ്റ് ഇവിടെയും വന്നു, മാമൽ ഇവിടെയും വന്നു. അപ്പൊ ചില കാറ്റുകൾ എന്തല്ല? മാമൽ അല്ല. ചില കാറ്റുകൾ എന്താണ്? മാമൽ ആണ്. ഇനി അടുത്തെന്താ പറയുന്നത്? ഇത് തെറ്റായി, ഫാൾസ് ആയി. അപ്പൊ ഇത് ഫാൾസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൂ ആയിട്ട് മാറും. കാരണം എന്താ? സം കാറ്റ്സ് ആർ നോട്ട് മാമൽ അല്ലേ? അത് ശരിയായില്ലേ? ചില കാറ്റുകൾ എന്തല്ല? മാമൽ അല്ല എന്നുള്ളത് ശരിയായില്ലേ? അപ്പൊ അതാണ് എന്ത്? കോൺട്രഡിക്ടറി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ എക്സാമ്പിൾസ് നമുക്ക് കുറച്ച് PYQ ചെയ്യാം. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ള ബേസിക് കാര്യം. PYQയിലോട്ട് സ്പീഡിൽ പോകുന്നത് പറഞ്ഞുകൊണ്ടല്ല, അത് അത്ര നമ്മൾ പറഞ്ഞേ കൊണ്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ആദ്യത്തെ നോക്കൂ. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് നൺ ബട്ട് ഹാവ് ദ ബ്രേവ് ബട്ട് ദ ബ്രേവ് വിൻസ് ദ റേസ് എന്നാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നൺ ബട്ട് ദ ബ്രേവ് വിൻസ് ദ റേസ് ഈസ് ഫാൾസ്. അപ്പൊ എന്തായി? ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയി. അപ്പൊ എന്താണ്? ഇത് താഴെ തന്നിരിക്കുന്ന ഏതായിരിക്കും അത് തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്നത്? നൺ ബട്ട് ദ ബ്രേവ് വിൻ ദ റേസ്, അതായത് ബ്രേവ്സ് മാത്രമേ ജയിച്ചിരുന്നുള്ളൂ മുന്നേ, അത് തെറ്റായി. തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സം പേഴ്സൺസ് ഹൂ വിൻ ദ റേസ് ആർ നോട്ട് ബ്രേവ്. അത് വെച്ചാൽ ബ്രേവ് അല്ലാത്തവരും കൂടി ഇത് ജയിക്കും എന്നായില്ലേ ഇതിന്റെ അർത്ഥം? അല്ലേ? ആൾ ബ്രേവ് പേഴ്സൺസ് വിൻ ദ റേസ് എന്നാണോ? അല്ല, സം പേഴ്സൺസ് ഹൂ വിൻ ദ റേസ് ആർ നോട്ട് ബ്രേവ് എന്നായില്ലേ അതിന്റെ അർത്ഥം? മനസ്സിലായില്ലേ? അതായത് എന്താ? നൺ ബട്ട് ദ ബ്രേവ് വിൻസ് ദ റേസ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആലോചിച്ച് നോക്കൂ. എല്ലാ ജയിക്കുന്നവരും ബ്രേവുകളാണ് എന്നാണ്. എന്ന് വെച്ചാൽ ബ്രേവ് അല്ലാത്ത വേറെ ആരും ജയിക്കില്ല എന്നുള്ളത്. പക്ഷെ അത് തെറ്റായി കഴിഞ്ഞാൽ എന്താ? ബ്രേവ് അല്ലാത്ത ആളുകളും ജയിക്കാം. അപ്പൊ ഓപ്ഷൻ ഏത് വന്നു? അതിന്റെ ആൻസർ ഓപ്ഷൻ 2 വന്നു. ഡൗട്ട് ഇല്ലല്ലോ? പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ല വെച്ചാൽ ഒന്ന് ഇരുന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇഫ് ദ പ്രൊപ്പോസിഷൻ ഡൊമസ്റ്റിക് അനിമൽസ് എന്താണ്? ഡൊമസ്റ്റിക് അനിമൽസ് ആർ ഹാർഡ്ലി ഫെറോഷ്യസ്. ഡൊമസ്റ്റിക് അനിമൽസ് ആർ ഹാർഡ്ലി ഫെറോഷ്യസ് ഈസ് ടേക്കൺ ടു ബി ഫാൾസ്. ഫാൾസ് ആയിട്ട് എടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊപ്പോസിഷൻ ക്യാൻ ബി ക്ലെയിം ടു ബി സർട്ടൻലി ട്രൂ. അപ്പൊ എന്താ ഉത്തരം വരുന്നുണ്ടാവുന്നേ? ഇല്ല, ഏതൊക്കെയാ? ഡൊമസ്റ്റിക് അനിമൽസ് ആർ ഹാർഡ്ലി ഫെറോഷ്യസ് എന്ന് പറഞ്ഞത് തെറ്റായി പോയി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം വരുന്നത്? ഡൊമസ്റ്റിക് എലിമെന്റ്സ് ഫെറോഷ്യസ് ആണ് എന്നുള്ളതല്ലേ മാറിയത്. അപ്പൊ എന്ത് വരും? ചിലപ്പോ ആൾ ഡൊമസ്റ്റിക് അനിമൽസ് ആർ ഫെറോഷ്യസ് എന്നും പറയാം, മോസ്റ്റ് ഓഫ് ദ ഡൊമസ്റ്റിക് അനിമൽസ് ആർ ഫെറോഷ്യസ് എന്ന് എനിക്ക് പറഞ്ഞൂടെ? ആവുന്നത് പോസിറ്റീവായിട്ട് മാറുന്നത്. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് അല്ലേ? പോസിറ്റീവായിട്ട് മാറി. അപ്പൊ എന്താ? നോ ഡൊമസ്റ്റിക് അനിമൽ ഫെറോഷ്യസ് എന്ന് വരുമോ? ഇല്ല. സം ഡൊമസ്റ്റിക് അനിമൽസ് ആർ നോൺ ഫെറോഷ്യസ് എന്ന് പറയുമോ? അതുമില്ല. അപ്പൊ ഓപ്ഷൻ എയും ബിയും ആണ് എന്ത്? ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത്, ഇഫ് ദ പ്രൊപ്പോസിഷൻ ആൾ തീവ്സ് ആർ പുവർ, എല്ലാ കള്ളന്മാരും പാവങ്ങളാണ്, ഈസ് ഫാൾസ്, എല്ലാ കള്ളന്മാരും പാവങ്ങളാണെന്നുള്ളത് തെറ്റി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു കള്ളനും പാവമാണ് എന്നല്ല, ചില കള്ളന്മാർ പാവമാണ്, ചില കള്ളന്മാർ പാവമല്ല, അതായിട്ടാ മാറുന്നത്. അപ്പൊ എന്താ വരുന്നത്? സം തീവ്സ് ആർ നോട്ട് പുവർ, അതിലോട്ടാ പോകുന്നത്. മനസ്സിലായോ? ആൾ തീവ്സ് ആർ പുവർ എന്നുള്ളത് തെറ്റിക്കഴിഞ്ഞു വിചാരിച്ചോ. ആൾ തീവ്സ് എന്നുള്ളത് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സം നോട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ആള് തെറ്റിക്കഴിഞ്ഞ് എന്ത് ശരിയാവണം? സം നോട്ട് ശരിയാവണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അതേപോലെ നോ തെറ്റിക്കഴിഞ്ഞ് എന്ത് ശരിയാവണം? സമ്മ് ശരിയാവണം. ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഇത് ശരിയാവണം, ഇത് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാവണം. ഓക്കെ, അപ്പൊ ഏതായി ഉത്തരം? ഒന്ന്, ആള് തെറ്റി, സം നോട്ട് ശരിയായി. അപ്പോ സം തീവ്സ് ആർ നോട്ട് പുവർ. അങ്ങനെ വേണം നിങ്ങൾ നോക്കാൻ. ഏത് ക്രോസ് നോക്കുക ചിത്രത്തില്, ഏതായിരിക്കും ക്രോസ് ശരിയാവുന്നുള്ളത്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Among the following proposition, two are related in such a way that they can both be true. രണ്ടും കൂടി ഒരുമിച്ചിട്ട് ട്രൂ ആവുന്നത് ഏതാന്നുള്ളത്. ക്യാൻ ബി ബോത്ത് ബി ട്രൂ. ഒരുമിച്ച് ട്രൂ ആവുന്നത് ഏതൊക്കെ? നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാ രണ്ടും കൂടി ഒരുമിച്ച് ട്രൂ ആവുന്നത്? സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി ആണ് അല്ലേ? സബ് കോൺട്രറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ അടിയിൽ കിടക്കുന്നത്
എ ഇ ഐ ഒ, ഐയും ഓയും തമ്മിലുള്ള ബന്ധം. ഐ എന്ന് പറഞ്ഞാൽ സമ്മും സം നോട്ടും തമ്മിലുള്ള ബന്ധം. സമ്മും സം നോട്ടും തമ്മിലുള്ള ബന്ധമായിരിക്കും എന്ത്? ആൾവേസ് ട്രൂ. ബോത്ത് ട്രൂ ആവാൻ പറ്റുള്ളൂ. ബോത്ത് ട്രൂ ആവുന്നത് ഏതാണ്? കോൺട്രറി, സോറി, സബ് കോൺട്രറി. ദേ കനോട്ട് ബോത്ത് ബി ഫാൾസ്. ഒരുമിച്ചിട്ട് ഫാൾസ് ആവാനും പറ്റില്ല. ബോത്ത് ട്രൂ ആൻഡ് കനോട്ട് ബോത്ത് ബി ഫാൾസ്. അപ്പൊ ആലോചിക്കുക ഏതൊക്കെയാന്നുള്ളത്. സബ് കോൺട്രറി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഏതാ? സമ്മും സം നോട്ടും വരുന്ന ഓപ്ഷൻ. ഇവിടെ സം ഉണ്ട് എയില്, സം നോട്ട് ഏതിലുള്ളത്? ഡിയില്. അങ്ങനെ വേണം നമ്മൾ ആലോചിക്കാൻ. എയും ഡിയും വരുന്ന ഓപ്ഷൻ ഏതാ? നാലാമത്തെ. ആൻസർ 4. നമ്മള് പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് കഷ്ടപ്പെട്ട് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ റൂളുകൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഇല്ല. ഇനി അടുത്ത് നോക്കൂ. നോ മെൻ ആർ ഹോണസ്റ്റ് എന്നാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. അതിനെന്താണ്? ഫാൾസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് നോയും ഇങ്ങോട്ടല്ലേ കോൺട്രഡിക്ഷൻ വരുന്നത്. അപ്പൊ എന്താണ്? സമ്മ്. നോ തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവണം? സമ്മ് ശരിയാവണം. അപ്പൊ സമ്മ ശരിയാവുന്നത് ഏതാണുള്ളത്? ഓപ്ഷൻ 2. അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ടൈം എടുക്കും ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു തിങ്കിങ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഈസ് ഇൻവാലിഡ് ഈഫ്. ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എപ്പോഴാണ് ഇൻവാലിഡ് ആവുന്നത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ പറയുന്ന റീസൺസ് ശരിയാണ്, പക്ഷെ എന്താണ് അതിന്റെ കൺക്ലൂഷൻസ് ഫാൾസ് ആയി മാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അത് ഇൻവാലിഡ് ആയിട്ട് മാറുന്നത്. അതതിന്റെ റൂളാണ്. ഓക്കെ. ഇനി എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു ആർ കോൺട്രഡിക്ടറി ടു ഈച്ച് അതർ. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരേണ്ടത്? എയും ഇയും ഒപ്പം ആലോചിക്കുക. എ ഐ ഒ, ഇതും അല്ലേ കോൺട്രഡിക്ടറി. അപ്പൊ ആളും സംനോട്ടും വരുന്നത് ഉണ്ടോ നോക്ക്. ആള് ഉണ്ട് ഇവിടെ, എ. സംനോട്ട് എന്നുള്ള എന്താണ്? സി. എയും സിയും വരുന്ന ഓപ്ഷൻ 3 ഉണ്ട്. ഇനി ഇയും ഐയും, നോ ഉണ്ട്. ഡി, ഐ ഉണ്ട്, ഐ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താ? സമ്മ്. അപ്പോ ബിയും ഡിയും വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായി ഉത്തരം? ഓപ്ഷൻ 3 ആയി ഉത്തരം. മനസ്സിലായോ അതെങ്ങനെയാ വന്നെന്നുള്ളത്? അപ്പൊ ഏത് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തെറ്റാവും എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കാം. ഇനി ഇഫ് ടു പ്രൊപ്പോസിഷൻ ഹാവിംഗ് ദ സെയിം സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ടേംസ് ക്യാൻ ബോത്ത് ട്രൂ ബട്ട് കനോട്ട് ബി ബോത്ത് ഫാൾസ്. രണ്ടും ട്രൂ ആവാം, പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് ഫാൾസ് ആവാൻ പാടില്ല. തൊട്ട് മുന്നേ പറഞ്ഞു ഏതാ? നമ്മളുടെ സബ് കോൺട്രറി. ഓക്കെ. അപ്പൊ ഓപ്ഷൻ സി ആണ് എന്ത്? അതിന്റെ ഉത്തരം. ഡൗട്ട് ഇല്ലല്ലോ. ഇനി given below 2 premises, 4 conclusions are drawn from those 2 premises in 4 codes. Select the code that is validity premises. Okay. ഏതാ നോക്കൂ. All saints are religious. എല്ലാ സെയിൻസും എന്താണ്? റിലീജിയസ് ആണ്. Some honest person are saints. ഇപ്പൊ നോക്കാം. ആൾ സെയിന്റ്. ഇപ്പൊ നമുക്ക് അവിടെ സെയിന്റ് ഉണ്ട്. ആൾ സെയിന്റ് എന്താണ്? റിലീജിയസ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വെൻ ഡയഗ്രാം വരയ്ക്കാം. ഇനി സം ഹോണസ്റ്റ് പേഴ്സൺസ് ആർ എന്ത്? സെയിൻസ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇവിടെ എന്തായി? ഹോണസ്റ്റ്. ചില ഹോണസ്റ്റ് ആളുകൾ എന്തുണ്ട്? സെയിന്റ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ചില ഹോണസ്റ്റ് ആളുകൾ എന്തും കൂടി ആയിരിക്കണം. അപ്പോ ഇവിടെ സെയിന്റിലോട്ട് വരണമെച്ചാൽ ഇത് റിലീജിയസിലും കൂടി കിടക്കുന്ന ഭാഗമല്ലേ? അല്ലേ? അപ്പൊ റിലീജിയസിലും കൂടി കിടക്കുന്ന ഭാഗം കൊണ്ട് എന്താണ്? സം ഹോണസ്റ്റ് പേഴ്സൺ ആർ എന്തായിരിക്കണം? റിലീജിയസും കൂടി ആയിരിക്കേണ്ടി വരും. അപ്പൊ നോക്കുക. ആൾ സെയിൻസ് ആർ ഹോണസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? അല്ല. ഇതെന്താണ്? കുറച്ച് പുറത്തും കൂടി കിടക്കുന്നുണ്ട് ഹോണസ്റ്റ് ഉള്ള ഭാഗം. എല്ലാം കൂടി ഉള്ളിലോട്ടല്ല കിടക്കുന്നത് വെണ്ടായത്തിന്റെ. ഇനി സം സെയിൻസ് ആർ ഹോണസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? സം സെയിൻസ് കാണിച്ചാൽ എന്താ? ഹോണസ്റ്റ് എന്ന് കാണിച്ചാൽ പറയാൻ പറ്റും. പറ്റില്ലേ? ആ. ഇനി സം ഹോണസ്റ്റ് പേഴ്സൺ ആർ റിലീജിയസ്. സം ഹോണസ്റ്റ് പേഴ്സൺ ആർ റിലീജിയസ് എന്ന് പറയാൻ പറ്റുമോ? സം ഹോണസ്റ്റ് പേഴ്സൺ, ഇതാണ് ഹോണസ്റ്റ് പേഴ്സൺ. ഇതെന്താണ്? ചില ഹോണസ്റ്റ് പേഴ്സൺ എന്തിലോട്ട് കിടക്കുന്നുണ്ട്? കയറി കിടക്കുന്നുണ്ട്, റിലീജിയസിലോട്ട് കയറി കിടക്കുന്നുണ്ട്. അപ്പൊ അത് വേണമെച്ചാലും പറയാൻ പറ്റും. ആൾ റിലീജിയസ് പേഴ്സൺ ആർ ഹോണസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാ റിലീജിയസ് പേഴ്സണും ഹോണസ്റ്റ് ആണെന്ന് കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല. ഹോണസ്റ്റിന്റെ അപ്പുറത്ത് കിടക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതെന്താണ്? അത് പറ്റില്ല. അപ്പൊ ഓപ്ഷൻ ബിയും സിയും ആണ് വരേണ്ടത്. ഓക്കെ. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഇതിൽ ജസ്റ്റ് ലാസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഏതൊക്കെ ശരിയാവും എന്നുള്ളത് അതൊന്നും കൂടി ഞാൻ എഴുതി വെക്കാൻ. നിങ്ങൾ നോട്ടായിട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ടെച്ചാല് അതൊന്ന് എഴുതി വെച്ചോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. എയും ഇയും വന്നു വിചാരിച്ചോ. എയും ഇയും വന്നു വിചാരിച്ചോ. ബോത്ത് ട്രൂ ആകാൻ വേണമെങ്കിൽ പറ്റും, അല്ലേ? സോറി,
ബോത്ത് ട്രൂവും പറ്റില്ല, ബട്ട് ബോത്ത് ഫാൾസ് എന്താണ് പറ്റും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി കോൺട്രറിയില്, ഇനി സബ് കോൺട്രറി ഐയും ഓയും ആണ് വിചാരിച്ചോ. ഐയും ഓയും വരുന്ന എന്താണ്, ബോത്ത് ട്രൂ ആവാൻ പറ്റും, പക്ഷെ ഫാൾസ് ആവാൻ എന്തില്ല, പറ്റില്ല. ഇവിടെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്, അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി എയും ഐയും അതേപോലെ ഇയും ഓയും സബാൾട്ടേണിൽ എന്താ പറയുന്നത്, നമുക്ക് എന്ത് പറയാൻ പറ്റും, ബോത്ത് ട്രൂ ആവാനും പറ്റും, ബോത്ത് ഫാൾസ് ആവാനും പറ്റും. ട്രൂവും പറ്റും, ഫാൾസും പറ്റും. ഇനി എന്താണ്, എയും ഓയും ഐയും ഇയും, ഇതിലെന്താ ഉള്ളത്, ബോത്ത് ട്രൂ ആവാൻ പറ്റില്ല, ബോത്ത് ഫാൾസ് ആവാനും പറ്റില്ല. ട്രൂവും ഫാൾസ് ആവാനും പറ്റില്ല. ഡൗട്ട് ഇല്ലല്ലോ. ഇത്തരം സാധനങ്ങൾ എന്താണ് നമ്മൾ ആലോചിച്ച് വെക്കുക. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് എത്താൻ പറ്റും. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും നോക്കി. താങ്ക് യു. അല്ല, ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊപ്പോസിഷൻ സം മെൻസ് ആർ ഹോണസ്റ്റ്, നോട്ട് ഹോണസ്റ്റ് എന്നുള്ളത് കോൺട്രഡിക്ഷൻ വരുന്നത്. സമ്മിന്റെ കോൺട്രഡിക്ഷൻ ആയിട്ട് കിടക്കുന്നത് ഏതാണ്, ഇവിടെ എ ഇ ഐ ഓ. ഐ ഇവിടെ ഉണ്ട്, ഐന്റെ ഭാഗത്തല്ലേ വരുന്നത് സമ്മ, ഇവിടെ ഐന്റെ ഭാഗത്ത്. അപ്പൊ അതിന്റെ കോൺട്രഡിക്ടറി ആയിട്ട് ഏത് വരും, നോവ്. നോവ് വരുന്നത് ഏതാണ്, സോറി, സമ്മൻ ആർ നോട്ട് ഹോണസ്റ്റ് എന്നാട്ടോ. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, ഓയിലാ വരുന്നത്. ഓന്റെ കോൺട്രഡിക്ടറി ആയിട്ട് കിടക്കുന്നത് എന്താണ്, എ ആണ്. എ എന്ന് പറഞ്ഞ ആള് ഏതാ വന്നത്, ആൾ മെൻ ആർ ഹോണസ്റ്റ്. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങൾ. താങ്ക് യു.